നമസ്കാരം. ആയൂരിൽ കാർ ലോറിയിൽ ഇടിച്ച് പിതാവും മകനും മരിച്ചു. ഭാര്യയും കൊച്ചുമക്കളും ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. തകർന്ന കാർ വെട്ടിപ്പൊളിച്ച ആളുകളെ പുറത്തെടുത്തിട്ടും രക്ഷിക്കാനായില്ല. പത്തനംതിട്ട കോഴഞ്ചേരി കിഴക്കേ വെള്ളിപ്പറമ്പിൽ റോബിൻ വില്ലയിൽ നൈനാൻ വർഗീസും അദ്ദേഹത്തിന്റെ മകൻ റോബിൻ നൈനാനുമാണ് മരിച്ചത്. നൈനാൻ വർഗീസിന്റെ ഭാര്യ റോസി നൈനാൻ, റോബിന്റെ മക്കളായ ആദം റോബിൻ, അദീന റോബിൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവർ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. തിരുവനന്തപുരം ഹാപ്പി ലാൻഡ് സന്ദർശിച്ച് തിരികെ പോകുന്നതിനിടെ ഇന്നലെ വൈകുന്നേരത്തോടെയായിരുന്നു അപകടം സംഭവിച്ചത്. മുംബൈയിൽ എഞ്ചിനീയർ ആയിരുന്ന റോബിൻ അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു. സ്റ്റെഫിയാണ് റോബിന്റെ ഭാര്യ. കാർ പൂർണ്ണമായും തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ നിയന്ത്രണം വിട്ട ലോറി കാറിന് പിന്നാലെ വന്ന KSRTC ഫാസ്റ്റ് ബസിന്റെ മുൻഭാഗത്ത് ഇടിച്ചു. കാറിന്റെ പിൻസീറ്റിലിരുന്ന റോസി റോഡിലേക്ക് തെറിച്ചു വീഴുകയും ചെയ്തു. ഇവരെ ഉടനെ വെഞ്ഞാറമൂട്ടിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നൈനാൻ വർഗീസിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന റോബിൻ സ്റ്റിയറിംഗിനും സീറ്റിനുമിടയിൽ കുടുങ്ങിയതിനാൽ രക്ഷാദൌത്യം ഏറെ ദുഷ്കരമായിരുന്നു. ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് കാറിന്റെ വശം പൊളിച്ച് സ്റ്റിയറിംഗും സീറ്റും അകത്തിയ ശേഷമാണ് റോബിനെ പുറത്തെത്തിച്ചത്. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും റോബിനെ രക്ഷിക്കാനായില്ല. റോബിന്റെ മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലും നൈനാൻ വർഗീസിന്റെ മൃതദേഹം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ്. അദീന തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലും ആദം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലാണ്. അപകടത്തെ തുടർന്ന് MC റോഡിൽ ഏറെ നേരം ഗതാഗതക്കുരുക്കുണ്ടായി. മഴയും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ഈ വേനൽ അവധിക്കാലം ആഘോഷിക്കൂ ഹാപ്പി ലാൻഡ് അമ്യൂസ്മെന്റ് പാർക്കിനൊപ്പം. റൈഡുകളിലൂടെ പ്രായഭേദമന്യേ ആർത്തുല്ലസിക്കാം. വരൂ, ഹാപ്പി ലാൻഡിനോടൊപ്പം ആഘോഷിക്കാം. ഹാപ്പി ലാൻഡ്, വെമ്പായം, തിരുവനന്തപുരം.